ജീവിച്ചിരിക്കുന്ന വീട്ടമ്മ മരിച്ചതായി വ്യാജരേഖയുണ്ടാക്കി ഭൂമി തട്ടിപ്പ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശിനി പൊന്നമ്മയുടെ ഏക സമ്പാദ്യമായ വീടും ഭൂമിയുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തട്ടിയെടുത്ത് മറച്ചുവിറ്റത്. അതേസമയം തട്ടിപ്പ് നടന്നുവെന്ന് അംഗീകരിച്ചുവെങ്കിലും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 2 മക്കളുടെ അമ്മയായ പരാതിക്കാരിയോട് കോടതിയെ സമീപിക്കാൻ പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് തൃക്കുന്നപ്പുഴ പാനൂർ മൂത്തച്ചൻ ചിറയിൽ പൊന്നമ്മ. ജീവിതത്തിലാകെ സ്വത്തായുള്ളത് വെള്ളക്കെട്ടുകൾക്ക് നടുവിലായുള്ള ഈ ഒറ്റമുറി വീടും അത് നിൽക്കുന്ന 1 സെന്റ് ഭൂമിയുമാണ്. 3 പെൺമക്കളിൽ 2 പേർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ. എന്നാൽ സർക്കാർ രേഖകളിൽ ഈ 64-കാരി ഇന്ന് ജീവനോടെയില്ല. പൊന്നമ്മ മരിച്ചുവെന്ന വ്യാജരേഖ ചമച്ച് ഈ വീട് നിൽക്കുന്ന ആകെ ഉണ്ടായിരുന്ന 1 സെന്റ് ഭൂമി സഹോദരങ്ങൾ ചേർന്ന് അയൽവാസിയായ മറ്റൊരു സ്ത്രീക്ക് മറിച്ചുവിറ്റു. കഴിഞ്ഞ മാർച്ച് 25-ന് ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഹരിപ്പാട് സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. ആധാരത്തിൽ ഞാൻ മരിച്ചുപോയി, അവിവാഹിതയാണ്, മക്കളില്ല, പിന്നെ അതുകൊണ്ട് നിരാലംബയും നിസ്സന്തതിയും ആയതുകൊണ്ട് ഞങ്ങൾക്കായി സ്വത്തിന് അവകാശം എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഹരിപ്പാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവിവാഹിതയും നിസ്സന്തതിയുമായ പൊന്നമ്മ മരണപ്പെട്ടതിനാൽ പിന്തുടർച്ചാ നിയമപ്രകാരം സ്വത്തുക്കൾ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. നിരാലംബയും നിർധനയുമായ ഈ സ്ത്രീയോട് പിഴവ് സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ സമ്മതിച്ചെങ്കിലും കോടതിയെ സമീപിക്കൂ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. അങ്ങനെ അന്നേരം രജിസ്റ്റർ ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, രജിസ്റ്റർ ആയിട്ടുണ്ട്, ഇനി ഇവിടെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കുന്നു. ഒരു വ്യക്തി മരണപ്പെട്ടാൽ പിന്തുടർച്ചാവകാശം ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസ് മുഖാന്തരം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, താലൂക്ക് ഓഫീസിൽ നിന്ന് അവകാശ വിചാരണ സർട്ടിഫിക്കറ്റ് എന്നിവ നേടേണ്ടതുണ്ട്. ഇതിനായുള്ള അപേക്ഷയിൽ മരണ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ നിയമങ്ങളെല്ലാം നിലനിൽക്കെ ജീവിച്ചിരിക്കുന്ന പൊന്നമ്മ മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ഉദ്യോഗസ്ഥർക്കും ബന്ധുക്കൾക്കും എങ്ങനെ കഴിഞ്ഞു എന്നതാണ് സുപ്രധാനമായ ചോദ്യം. വഞ്ചന ചൂണ്ടിക്കാട്ടി തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ മാത്രമാണ് ഈ കുടുംബത്തിന് ഇനി ഏക ആശ്രയം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാനൂരിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശിനി പൊന്നമ്മയുടെ ഏക സമ്പാദ്യമായ വീടും ഭൂമിയുമാണ് തട്ടിയെടുത്ത് മറിച്ചുവിറ്റെന്ന ന്യൂസ് 18 റിപ്പോർട്ടിൽ സർക്കാർ ഇടപെടൽ. വിഷയത്തിൽ രജിസ്ട്രേഷൻ ഐജിയോട് മന്ത്രി VN വാസവൻ റിപ്പോർട്ട് തേടി. സംഭവം എറണാകുളം ഡെപ്യൂട്ടി രജിസ്ട്രാർ അന്വേഷിക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് റിപ്പോർട്ട് നൽകാനാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ശരണ്യ സ്നേഹം. ശരണ്യ, ഈ തിരിഞ്ഞു നോക്കാത്തവരൊക്കെ ഇപ്പോൾ ഈ വീട്ടമ്മയുടെ, നിർധനയായ വീട്ടമ്മയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നല്ലേ? പോലീസും അവിടെ എത്തുന്നു, മന്ത്രിയുടെ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇനി നടപടി എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട രജിസ്ട്രേഷൻ മന്ത്രി VN വാസവൻ ഇപ്പോൾ അദ്ദേഹം അന്വേഷണത്തിനായി ഉത്തരവിട്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ IG-ക്കാണ് അദ്ദേഹം ഈ വിഷയം അന്വേഷിച്ച് ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകാനായി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എറണാകുളം രജിസ്ട്രാർക്കായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരത്തോടു കൂടി അവർ റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പായി, ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ മറ്റു ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ വാർത്ത വന്നതിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്നും വിവരം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം അല്പസമയം മുമ്പ് തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇപ്പോൾ വീട്ടിലെത്തി പൊന്നമ്മയുടെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം അവർ നമ്മളോട് പ്രതികരിച്ചത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് കേന്ദ്രീകരിച്ചാണോ, ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു എന്നതിനെ സംബന്ധിച്ചും ഒക്കെ അവർ പരിശോധിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഇത്തരത്തിൽ പിന്തുടർച്ച അവകാശത്തിനുള്ള അപേക്ഷ ലഭിക്കണമെങ്കിൽ, ലീഗൽ ഹയറിംഗ് അടക്കമുള്ള അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള അപേക്ഷ വില്ലേജിലും ഒപ്പം തന്നെ താലൂക്കിലും നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു രജിസ്ട്രേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലീഗൽ ഹയറിംഗിനുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ള, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നുള്ളത് പരിശോധിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തി ഓമനമ്മൾ അവരാണ്
തന്നെയാണ് തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി മാഡം തന്നെയാണ് ഇവിടെ എത്തി ഇപ്പോൾ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞ ഭൂമി 1 സെന്റ് ഭൂമി ഉള്ള ഈ അമ്മയുടെയും മക്കൾക്കും ഇപ്പോൾ അല്പം പ്രതീക്ഷയുടെ വക്കിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അമ്മ, ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. കാര്യങ്ങൾ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ എന്താ ചോദിച്ചത്? പഞ്ചായത്തിൽ നിന്ന് എത്തിയവര് ചോദിച്ചത് എന്തായിരുന്നു സംഭവം, എങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. മറ്റു ഉദ്യോഗസ്ഥർ, പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അല്ലേ? എത്തി. ഇപ്പോൾ കാര്യങ്ങൾ ശരിയാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അതെ, അവര് ആ പ്രതീക്ഷയാണ് ആ അമ്മ പങ്കുവെക്കുന്നത്. കാര്യങ്ങൾ ശരിയാകുമെന്ന് സർക്കാരിലും അവർ ആ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കിട്ടും എന്നുള്ള, അതായത് കോടതി അടക്കം കയറി ഇറങ്ങാതെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബം. രഞ്ജിത്ത് തുടരുക. ശരണ്യ, പഞ്ചായത്ത് സെക്രട്ടറി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടൽ നമ്മുടെ വാർത്തയെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ വാക്കുകളിലേക്ക്. പഞ്ചായത്തിലാണെങ്കിൽ അത് നമുക്ക് പരിശോധിച്ച് ഇങ്ങനെ എടുത്ത് വന്നിട്ടുണ്ടോ, അങ്ങനെ സർട്ടിഫിക്കറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മറ്റ് സ്ഥലങ്ങളിലാണ് നമുക്കത് പരിശോധിക്കാൻ പറ്റത്തില്ല. ആ കൺസേൺഡ് ലോക്കൽ ബോഡിക്കകത്ത് മാത്രമേ ഇതെടുക്കും. ഏത് രീതിയിൽ പഞ്ചായത്തിന് സഹായിക്കാൻ പറ്റും ഇവരെ എന്തായാലും അവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം നമുക്കും പറയാൻ പറ്റുന്നത് ഇത് വ്യാജമായിട്ട് തന്നെ ഉണ്ടാക്കിയ പ്രമാണമാണ്. കാരണം ജീവനെ ഇരിക്കുന്ന ഒരാൾ മരിച്ചു എന്നും പറഞ്ഞായിരിക്കുമല്ലോ ആണല്ലോ ഇതിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളും അത് തന്നെ പറയും. ശരണ്യ, ഏതായാലും ഇവർ സമീപിക്കാത്ത വകുപ്പുകളോ ഒന്നുമില്ല. പഞ്ചായത്തിനെ സമീപിച്ചു, പഞ്ചായത്ത് മെമ്പറെ കണ്ടു, പോലീസിനെ സമീപിച്ചു, രജിസ്ട്രാർ ഓഫീസിലെത്തി. പക്ഷേ ഇങ്ങനെ ശരണ്യയുടെ ഒരു വാർത്തയും അതിന് ഇത്രയധികം ശ്രദ്ധ കിട്ടേണ്ടി വന്നു, ഇവരൊക്കെ ആ വാർത്ത കാണേണ്ടി വന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നതിൽ. ഇനിയും പ്രതീക്ഷിക്കാം അവർക്ക്. ഏതായാലും ഇടപെടൽ ഫലം കാണുന്നു, ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം ഇവർ ജില്ലാ പോലീസ് മേധാവിയെ കാണാനായി അദ്ദേഹം സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ പോലീസ് അന്വേഷണം, അതായത് ഈ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു വഞ്ചനാ കുറ്റം, ക്രിമിനൽ കുറ്റം അടക്കമുള്ളവയുണ്ട്. ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചു എന്നുള്ള വ്യാജരേഖ ഉണ്ടാക്കുന്ന അടക്കമുള്ള ക്രിമിനൽ കുറ്റം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പോലീസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇനി തുടർ ദിവസങ്ങളിൽ നടക്കേണ്ടതായുണ്ട്. അതായത് ഇവരുടെ ഭൂമി തിരിച്ചു കിട്ടിയാലും ഒരു സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കാൻ നടന്നതിന് പിന്നിലുള്ള ക്രിമിനൽ കുറ്റം അടക്കമുള്ള ക്രിമിനൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതായുണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇവരുടെ വീടും ഭൂമിയും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സർക്കാർ പൂർത്തീകരിച്ച് നൽകുമെന്നുള്ള പ്രതീക്ഷ ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് നിയമ നടപടികളുടെ കാര്യത്തിലും പുരോഗതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബവും നമ്മളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, ഇതിനകം ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇവരുമായി സംസാരിച്ചു? ശരണ്യ, പോലീസിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടു, പഞ്ചായത്ത് സെക്രട്ടറി എത്തി. റവന്യൂ വകുപ്പിൽ നിന്നോ മറ്റോ ആരെങ്കിലും ഇവരെ ബന്ധപ്പെടുകയോ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവരാണല്ലോ അന്തിമമായി ഈ ആധാരം റദ്ദ് ചെയ്യുകയും മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം വില്ലേജ് ഓഫീസിൽ നിന്നും ഈ ലീഗൽ ഹയർഷിപ്പിനുള്ള താലൂക്കിൽ നിന്നുള്ള അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊന്നും വില്ലേജ് ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ച അവകാശത്തിന് വേണ്ടിയുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒന്നും വില്ലേജിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായി നമുക്ക് അക്കാര്യത്തിലൊക്കെ വിശദീകരണം ഇനിയും തേടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ വിവിധ നേരിട്ട് ഒരാൾ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഫോണിലും അവർ വിവരങ്ങൾ തേടുന്നുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, രജിസ്ട്രേഷൻ IG അടക്കമുള്ള ആളുകൾ ഇവരെ ബന്ധപ്പെടുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്നാൽ രജിസ്ട്രേഷൻ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയം, ഇന്ന് വൈകിട്ടുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് രജിസ്ട്രേഷൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം അത്തരത്തിൽ നിർദ്ദേശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര മോശം സാഹചര്യത്തിൽ, അത്ര ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണിത്. ഞാൻ പറഞ്ഞതുപോലെ രഞ്ജിത്ത്, 2 സുഖമില്ലാത്ത കുട്ടികളുള്ള അമ്മ, മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മ, വീട്ടുജോലി എടുത്ത് കുടുംബം പോറ്റുന്ന, പട്ടിണി അകറ്റാൻ വേണ്ടി വീട്ടുജോലി എടുക്കുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ അടിയന്തരമായൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള ആവശ്യമായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചത്. ആ രീതിയിൽ തന്നെയാണ് സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ശരണ്യ സ്നേഹജനാണ് റിപ്പോർട്ട് ചെയ്തത്.